അടിക്കുന്നു, മാർഗങ്ങൾ തുറന്നു വരട്ടെ, വചനശക്തി വെളിപ്പെടട്ടെ, സുവിശേഷകന്മാർ ശക്തി പ്രാപിക്കട്ടെ, അപ്പസ്തോലന്മാർ ആത്മപൂരിതരാകട്ടെ. ജീസസ് നെയ്മ്. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വെളിച്ചപ്പാടിന്റെ ഒരു ആത്മാവ് ഒരു സ്ത്രീയിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് പൗലോസ്, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 16:18 പൗലോസ് മുഷിഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 16:18 പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് സുവിശേഷം അറിയിക്കാൻ വന്ന നാട്ടിൽ പൗലോസിനെ പൊക്കിപ്പറഞ്ഞുകൊണ്ട് നടന്ന ഒരു വെളിച്ചപ്പാടത്തിയുടെ ആത്മാവുള്ളൊരു സ്ത്രീ. ഇവർ കർത്താവിൻ്റെ ദാസന്മാരാണെന്ന്, ഇവർ രക്ഷയുടെ മാർഗം നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് നല്ല നോട്ടീസ് വിതരണം ചെയ്ത് നാട്ടുകാരെ സുവിശേഷ വേലയ്ക്ക് കൂട്ടിക്കൊണ്ടിരുന്നവളെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യാജാത്മാവായിരുന്നു. ഒരു സുവിശേഷകയുടെ റോളെടുത്തുകൊണ്ട് അവൾ ആ പ്രവൃത്തി ചെയ്യുകയാ, പക്ഷെ അവളിൽ വ്യാപരിക്കുന്നത് വ്യാജാത്മാവാണ്. ഹല്ലേലൂയ. പൗലോസ് ആ സ്പിരിറ്റിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മുഷിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദുരാത്മാവ് നിറഞ്ഞവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. അവരെത്ര നല്ല കാര്യം പറഞ്ഞാലും മറഞ്ഞിരിക്കുന്നവനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ ഫോൺ ചെയ്തു. ചില കുറ്റങ്ങൾ, കുറവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരാളുടെ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ എനിക്ക് കാണാൻ പറ്റി. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ തൊണ്ടയിലാണ് ആ ദുരാത്മാവിരിക്കുന്നത്. ശഖന. മാനസാന്തരപ്പെടാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ തൊണ്ടയിൽ അധികം താമസിക്കാതെ അത് വെളിപ്പെടുമെന്ന് ആത്മാവ് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എന്നെ വിളിച്ചവരെല്ലാം പരിശോധിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരാളോട് പറയട്ടെ, കുറ്റം പറഞ്ഞവരുടെ തൊണ്ടയിൽ ആ ദുരാത്മാവിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ ക്ലിയറായി പറയാം, അവിടെ നിന്ന് ബ്ലഡ് പുറത്തു വരും. ചികിത്സിച്ചാൽ മാറ്റം വരികയില്ല. നിന്റെ തൊണ്ടയെ പിശാചിന് കൊടുക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ വ്യാജം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ സഹോദരനെതിരെ, സഹോദരിക്കെതിരെ, വിശ്വസിക്കുന്നവർക്കെതിരെ തെറ്റായ വാക്കുകൾ പറയുന്നവരാണെങ്കിൽ, കുറ്റം പറയുന്നവരാണെങ്കിൽ, പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിന്റെ തൊണ്ടയുടെ മേൽ പിശാച് ആവസിച്ചിട്ടുണ്ട്. നിന്റെ നാവിന്മേൽ പിശാചിന്റെ പൊസസിംഗ് ഉണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 16:18 അപ്പോസ്തല പ്രവൃത്തി 16:18 പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ വിട്ടുപോകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. എല്ലാരും പറഞ്ഞു, ആ നാഴികയിൽ തന്നെ, ആ നാഴികയിൽ തന്നെ, ആ മണിക്കൂറിൽ തന്നെ, ആ മണിക്കൂറിൽ, ആ സമയം തന്നെ. ബൈബിൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആണ്ടുകൾ കാണാം. ഹല്ലേലൂയ. വർഷങ്ങൾ കാണാം, മാസങ്ങൾ കാണാം. ഹല്ലേലൂയ. ദിവസങ്ങൾ കാണാം. ഹല്ലേലൂയ. നാഴികകൾ കാണാം. ഹല്ലേലൂയ. ആണ്ടിൽ വിട്ടുപോയി എന്നല്ല പറഞ്ഞത്, ആ മാസത്തിൽ വിട്ടുപോകൂ എന്നല്ല പറഞ്ഞത്, ആ ദിവസത്തിൽ വിട്ടുപോയി എന്നല്ല പറഞ്ഞത്, ആ നാഴികയിൽ തന്നെ. ഹല്ലേലൂയ. ആ സ്പിരിറ്റ് അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. ഈ അടയാളമാണ് നിന്റെ മേലുള്ളത്. ഈ അടയാളമാണ് നീ ഏറ്റെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. 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 സഭയിലുള്ള നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഭൂതങ്ങളെ ഓടിക്കണം, ഭൂതങ്ങളെ ഒഴിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് സഭ വളരുക, അപ്പോഴാണ് ജനം വിടുതൽ പ്രാപിക്കുക, അപ്പോഴാണ് നിങ്ങളുടെ നാട്. ഓ റഖന, ഇതെവിടെ തുടങ്ങണം? നിന്റെ വീട്ടിൽ തുടങ്ങുക. പിശാച് ബാധിച്ച ചിലര് നിന്റെ വീട്ടിലില്ലേ? അവിടെ ആരംഭിപ്പേ. അവിടെ നിങ്ങളുടെ വിശ്വാസം റിലീസ് ചെയ്യുവിൻ, അവിടെ നിങ്ങൾ കൽപ്പിക്കുവിൻ, അവിടെ നിങ്ങൾ പറയുവിൻ. അത് നിങ്ങൾ പറയണമെങ്കിൽ അവിടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ അന്യഭാഷയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു തുടങ്ങുവിൻ. കേട്ടോ?
അല്ലാതെ തോന്നിയ സമയത്ത് എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറഞ്ഞ്, തോന്നിയ സമയത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, നോ 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 നോ. ഹല്ലേലൂയ. അതിരാവിലെ എഴുന്നേറ്റ് അന്യഭാഷയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചൊരുങ്ങി ഭൂതങ്ങളോട് കൽപ്പിപ്പി. ഹല്ലേലൂയ. ഏറ്റവും അധികം ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതാരാ? പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേർപ്പ് തുടച്ചവനും മൂക്ക് ചീറ്റുവനും അവൻ്റെ തൂവാലെ ആരോ എടുത്തുകൊണ്ട് പോയി രോഗികളുടെ മേലിട്ടു. ആ സമയം തന്നെ രോഗികൾ എഴുന്നേറ്റ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം 11-12 POCയിൽ ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം 11-12. ഏറ്റവും അധികം അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14-18 അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. അപ്പോസ്തലപ്രവൃത്തി 19-11-12 വായിക്കാം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവൻ ധരിച്ച അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അത് എടുത്തോണ്ട് ചില രോഗികളുടെ അടുത്ത് വന്നു. പൗലോസ് തിരക്കായതുകൊണ്ട് അങ്ങേര് ഇന്നലെ ഇട്ടും ഊരിയ ഷർട്ട് എടുത്ത് തൂവാല എടുത്തോണ്ട് ആരാണ്ട് രോഗികൾ എടുത്ത് വന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് വന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന്റെ തൂവാല. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ പയ്യാവൂരടുത്ത് മടമ്പമടുത്ത് ഒരു കുരിശുപള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. മടമ്പത്തിൻ്റെ തന്നെ ഒരു ശാഖയാണ്. ഒരു കുരിശുപള്ളി ധ്യാനിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂർ വചനം പറയാൻ പോയി. അവിടെ ഒരു സഹോദരിയെ കർത്താവ് വിളിച്ചു. അവൾക്ക് ആവശ്യമായ സൗഖ്യം കൊടുത്തു. മടങ്ങിപ്പോകാൻ നേരത്ത് കർത്താവ് പറഞ്ഞു, നിന്റെ വീട്ടിൽ ആരുടെയോ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഈ വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ സഹോദരൻ സജി അവിടെയുണ്ട്. ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന വേറൊരു സജി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ലീഡറുമുണ്ട്. മിസ്റ്റർ സജി, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. അന്ന് അപ്പസ്തോലന്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ടിട്ടപ്പോൾ സൗഖ്യമായതുപോലെ ആ പെൺകുട്ടിയോട് നിന്റെ വീട്ടിലാർക്കോ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ സഹോദരി എന്നോട് പറഞ്ഞു, അവരുടെ മോള് ഹാർട്ടിന് ദ്വാരമുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. അവളുടെ ജീവിതം അപകടത്തിലാണ്. ഞാൻ പറഞ്ഞു, അവിടെ ഒന്ന് കൊണ്ടുവരാമായിരുന്നില്ലേ? കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയിലല്ല മോളിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പോക്കറ്റിൽ തൂവാലയില്ല. ഞാൻ ഉടനെ അവിടെ പറഞ്ഞു, ആരെങ്കിലും ഒരു തൂവാല തരാൻ പറഞ്ഞു. ഒരു ചേച്ചി തൂവാല തന്നു. ആ തൂവാല എടുത്ത് ഞാൻ കയ്യിൽ ഒന്ന് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ആ സഹോദരിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് മോളുടെ നെഞ്ചിൽ ഇതൊന്ന് വെക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, വെച്ച് കഴിഞ്ഞിട്ട് അവളെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് ഇതൊരു വിശുദ്ധ വസ്തുവായിട്ട് ചുമന്ന് നടക്കരുത്, സൂക്ഷിച്ചു വെക്കരുത്. ഒരൊറ്റ ശുശ്രൂഷയ്ക്കായിട്ടാണ് ഇത് നൽകുന്നത്. അത് കഴിഞ്ഞാൽ ഇത് വെറും സാധാരണ തൂവാലയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നെക്സ്റ്റ് മന്ത് എന്നെ അവിടെ വീണ്ടും വിളിച്ചു. ഞാൻ ചെന്നു. അവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം സാക്ഷ്യമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇരുന്നോളാം പറഞ്ഞപ്പോൾ എല്ലാവരും ഇതേ ഒരു കൊച്ചുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു കൊച്ചിന് ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്താണ്? നേരം പറഞ്ഞു, അങ്കിള് പ്രാർത്ഥിച്ച ഒരു തൂവാലയൊക്കെ കൊടുത്തു വിട്ട് അമ്മ വീട്ടിൽ വന്ന് എൻ്റെ നെഞ്ചി വെച്ചപ്പോൾ തന്നെ എന്തോ എൻ്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പിന്നെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ദ്വാരം കാണാനില്ല. ഹാർട്ട് സൗഖ്യമായി തീർന്നു. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറഞ്ഞ ആ കൊച്ചിനെ തിരിച്ചുവിട്ടു, അമ്മേനെ അങ്ങോട്ട് തിരിച്ചുവിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ആ തൂവാല എന്ത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, അത് രൂപക്കൂട്ടില് വിശുദ്ധമാക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഏതോ ഒരുത്തി മൂക്ക് കൊടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് അതും കൊടുത്തു വിട്ടേ രൂപക്കൂട്ടി കൊണ്ടുവച്ചിരുന്നു. തിരിച്ചു കൊടുത്തോളാം. അത് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ അശുദ്ധാത്മാക്കൾ
അംഗവസ്ത്രങ്ങൾ തൊട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചവന്റെ വസ്ത്രത്തെ പോലും ദൈവാത്മാവ് ഉപയോഗിച്ചു. യേശുവിൻ്റെ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ ഉമിനീര് പോലും അത്ഭുതങ്ങളെ ചെയ്തതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാ വ്യാജ സ്പിരിറ്റുകളും അഴിയട്ടെ. ജീസസ് നെയിം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശഖറലറഗലറലബ. ഇതിനകത്തെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ കാണുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അന്യഭാഷയുടെ പകർച്ച ലഭിച്ചത് ഉപയോഗിക്കാൻ തുടങ്ങിയവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത് എങ്ങനെ? ഭൂതങ്ങളുടെ മേൽ ദൈവം അവരെ ഉപയോഗിച്ചുകൊണ്ട് അസാധാരണ ശക്തിയെ പുറപ്പെടുവിച്ചത് കാണുവാൻ കഴിയുന്ന കണ്ണുകൾക്കായി, കേൾക്കാൻ കഴിയുന്ന കാതുകൾക്കായി, വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പൗലോസിന് മാത്രമല്ല, പത്രോസിന് മാത്രമല്ല, ഫിലിപ്പോസിന് മാത്രമല്ല, നിനക്കും അത് ചെയ്യാം, നിങ്ങൾക്കും അത് ചെയ്യാം, നിങ്ങൾക്കും അത് ചെയ്യാം. നിങ്ങളിലൂടെ അത് നടക്കും. നിങ്ങൾക്ക് ലഭിച്ച അന്യഭാഷ ഉപയോഗിച്ചിട്ടുള്ളത്, അന്യഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അകത്ത മനുഷ്യനെ ശക്തിപ്പെടുത്തുക. നിങ്ങളുടെ പുറത്ത മനുഷ്യനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി അകത്ത മനുഷ്യനെ ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ പുറത്ത മനുഷ്യന്റെ ക്ഷീണം മാറ്റാൻ നോക്കുന്നതിനേക്കാൾ അകത്ത മനുഷ്യന്റെ ക്ഷീണം മാറ്റാൻ നോക്കുക. കുറവുകൾ പരിഹരിക്കാൻ നോക്കുക. യൂദായുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം, യൂദായുടെ ലേഖനം 20-ാം വാക്യം POC-യിൽ ഒന്ന് വായിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. പരിശുദ്ധാത്മാവിൽ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിൽ, അന്യഭാഷയിൽ. ആത്മാവ് നിങ്ങളിലൂടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവും ദൈവാത്മാവും ചേർന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്തു വന്നിരിക്കുന്ന പവിത്രമായ വിശ്വാസം വളരാൻ തുടങ്ങുകയാണ്. അകത്തൊരു വളർച്ച നടക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോ വരെ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ദുരാത്മാവിൻ്റെ ചില പ്രവൃത്തികളെ വിവേചിച്ചറിയുവാൻ നിങ്ങളുടെ ആത്മ മനുഷ്യൻ പ്രാപ്തനാകുന്നതുവരെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ ദിവസം, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, നിങ്ങൾ പോകുന്ന ദേശത്തുള്ള ഒളിഞ്ഞു കിടക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ കണ്ടെത്തുന്നതുവരെ. ആത്മാവിൽ ദുരാത്മാവിന്റെ പ്രവൃത്തികളെ വിവേചിക്കുന്ന സമയം വരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആ ദിവസം സംസാരിക്കുക ആത്മാവിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് തന്നെ പിശാച് ആ ദിവസം കൊണ്ടുവരുന്ന സകല ബ്ലോക്കുകളെയും തടസ്സങ്ങളെയും അന്യഭാഷയിൽ നിങ്ങൾക്ക് തകർത്ത് കളയാൻ പറ്റും. ലക്ഷ്യമില്ലാതെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന പൈശാചിക ശക്തികളെ, സഭയിലുള്ള വ്യക്തികളിലേക്ക് വരുന്ന പൈശാചിക അമ്പുകളെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് നിങ്ങൾക്ക് തകർത്ത് കളയാൻ പറ്റും. ഹല്ലേലൂയ. ആത്മനിറവിൽ അന്യഭാഷണ പ്രാർത്ഥന നടത്തുന്നവരെ ദുരാത്മാക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ വിറയ്ക്കും, ഒരു ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
നിങ്ങളോട് എന്തുകൊണ്ടാണ് അന്യഭാഷയിൽ ഏറെ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയാൻ കാരണം? പിശാചിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ വാതിലുകളെയും അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അടയ്ക്കുകയാണ്. പിശാചിന് കടന്നു വരാനുള്ള സകല സാഹചര്യങ്ങളെയും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് അന്യഭാഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ മനസ്സ് മുഴുവനായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുകയാണ്. പിന്നെ എങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവനിൽ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് തന്നിരിക്കുന്നു, അടയാളം തന്നിരിക്കുന്നു. അതിനെ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കും, എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാം ആത്മാവിൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശു പിശാചിനെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു. ലൂക്ക 11:20. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ഹല്ലേലൂയ. But if I with the finger of God cast out devils, no doubt the kingdom of God is come upon you. Hallelujah. ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, ഇംഗ്ലീഷിൽ പറയുന്നത് ഫിംഗർ ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? ദൈവത്തിന്റെ വിരലുകൾ കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്താണ് ഈ ദൈവത്തിന്റെ വിരൽ? ഹലോ, എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. യേശുവേ നന്ദി. ലൂക്ക 11:20 ലൂക്ക സുവിശേഷകൻ ഈ വചനം ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്ന യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, മത്തായി സുവിശേഷകൻ 12-ാം അധ്യായം 28 ആ വിരൽ എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. മത്തായി 12:28. ദേവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദേവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ, ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഫിംഗർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് ഞാൻ പുറത്താക്കുന്നു. യേശു പറയാണ്, ദൈവാത്മാവിനെ കൊണ്ട് ഞാൻ പുറത്താക്കുന്നു. അപ്പോൾ യേശു ഒരു പിശാചു ബാധിതന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂട്ടത്തിൽ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ ഫിംഗർ കടന്നു ചെല്ലുന്നു, ദൈവത്തിന്റെ വിരലുകൾ പരതി നടക്കുന്നു, ദൈവത്തിന്റെ കരങ്ങൾ പിശാചിനെ പിടികൂടുന്നു. യേശുവിന്റെ മേലുള്ള ആത്മാവാണ് നമ്മുടെ മേലുള്ള ആത്മാവാ. ഒരു കരം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ മേൽ വന്ന ദൈവാത്മാവ് ദൈവത്തിന്റെ അദൃശ്യ കരം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. ആത്മാവിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ പോകുന്ന വഴികളിലുള്ള സ്പിരിറ്റുകളെ, ഇരുളിന്റെ ശക്തികളെ ദൈവാത്മാവിന്റെ കൈവിരലുകൾ പിടിച്ചു മാറ്റുന്നു, പിടിച്ച് ബന്ധിക്കുന്നു, പിടിച്ച് പുറത്താക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നവന്റെ ചിന്തകളിലുള്ള സ്പിരിറ്റിനെ ആ കരം പോയി പിടിച്ചെടുക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന തന്ത്രത്തെ, അദുഷ്ടതയെ ദൈവത്തിന്റെ കരം പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശു പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ വിരലുകളാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങൾ പോകുമ്പോൾ? ഹല്ലേലൂയ. എങ്ങനെയാണ് അവിടെ ആ പ്രവൃത്തി നടക്കുന്നത്? ഹല്ലേലൂയ. ആത്മശക്തിയാൽ നീ നിറയുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ പിശാചിനെ ഭയപ്പെടുത്തും.
നിങ്ങൾ വാ തുറക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന അഗ്നിജ്വാല പോലെ, ജീവന്റെ നദി, സ്വർഗത്തിലെ നദി പോലെ, സ്വർഗത്തിലെ കാറ്റുപോലെ നിങ്ങളിൽ നിന്ന് അത് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ അതിന്റെ ശക്തിയാൽ ദുരാത്മാക്കൾ പുറത്താക്കപ്പെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവരാജ്യത്തെ ഞാൻ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ലൂക്കായുടെ സുവിശേഷം 4:33, ലൂക്ക 4:33. യേശു ഒരിക്കൽ ഒരു പള്ളിയിലേക്ക് കടന്നു വന്നു. പള്ളിയിൽ യേശു വന്ന് സുവിശേഷം വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ അശുദ്ധ ഭൂതം, അല്ലെ? അവിടെ തൊട്ട് വായിച്ച്, അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. പള്ളിക്കകത്ത് ഭൂതം പൊസസ് ചെയ്തൊരു വ്യക്തി. ഹലോ, നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? എവിടെയാണ് ഭൂതം പൊസസ് ചെയ്തവനെ കണ്ടത്? പള്ളിയിലെ പ്രധാന ആളാണ്, പള്ളിയുടെ മെയിൻ അംഗമാണ്, ലീഡറാണ്, ഹല്ലേലൂയ. പ്രീച്ചറാണ്, ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവനാണ്, ഹല്ലേലൂയ. പള്ളിയുടെ അധികാരി എന്ന് വേണം വിളിക്കാം, ഹല്ലേലൂയ. പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, ഹല്ലേലൂയ. അവൻ അലറാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ലൂക്ക 4:34. അവൻ നസ്രാനായ യേശുവേ, പേരൊക്കെ കൃത്യമായിട്ട് അറിയാം. നസ്രയനായ യേശുവേ വിടൂ. യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ നിലവിളിക്കുകയാണ്, എന്നെ വിടൂ. എന്താ അർത്ഥം? ഫിംഗർ ഓഫ് ഗാഡ്, ഫിംഗർ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കരം പുറപ്പെട്ടിയെന്നോ. പള്ളിക്കകത്തിരിക്കുന്നവനിലുള്ള ദുരാത്മാവിനെ പിടിച്ചു. അഭിഷേകമുള്ളവൻ എവിടെ എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞാലും, അത് വീടിനുള്ളിലാണെങ്കിൽ, അത് തെരുവിലാണെങ്കിൽ, അത് പള്ളിക്കകത്താണെങ്കിൽ, ചർച്ചിനകത്താണെങ്കിൽ, അവിടെയുള്ളവന്റെ ഭൂതത്തെ പിടികൂടുന്നു. നിലവിളിക്കാൻ തുടങ്ങി. കാരണം പിടുത്തം ഒരു ഒടുക്കത്തെ പിടുത്തമായി പോയി. വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? ഞാനിപ്പോ നശിച്ചു പോകൂ. നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ആരെന്ന് എനിക്കിപ്പം മനസ്സിലായി. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. യേശുവിനെ കുറിച്ചുള്ള പിശാചിന്റെ സാക്ഷ്യം കേട്ട് നോക്കൂ. നീ ആരെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ പരിശുദ്ധൻ. നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ സാക്ഷ്യം പിശാചികൾ പറയുവാൻ കാലമെടുത്തിരിക്കുന്നു. അശുദ്ധനെന്നല്ല പറയേണ്ടത്, ദൈവത്തിന്റെ പരിശുദ്ധൻ. കാരണം പിശാച് നോക്കുമ്പോൾ അശുദ്ധികളൊന്നും കാണാനില്ല. ദൈവത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു കിടക്കുകയാണ്. യേശു വചനം പറഞ്ഞപ്പോൾ ആ പരിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധ ആത്മാവ് പുറപ്പെട്ടു ചെന്ന് അവനെ പിടികൂടി. പരിശുദ്ധ ഹൃദയത്തോടെ, പരിശുദ്ധ മനസ്സോടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നീ ജീവന്റെ വചനം പറയുമ്പോൾ പരിശുദ്ധിക്കകത്തു നിന്ന് പരിശുദ്ധ കരം പുറത്തേക്ക് വന്ന് അശുദ്ധ ശക്തികളെ പിടികൂടൂ. ഹല്ലേലൂയ. ഫിംഗർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആത്മാവിന്റെ കരം ഭൂതങ്ങളെ പിടികൂടുന്നു. ഹല്ലേലൂയ. 35-ാം വാക്യം. മിണ്ടരുത്, അവനെ വിട്ടുപോവുക എന്ന് യേശു. നിന്റെ സാക്ഷ്യം എനിക്ക് വേണ്ട, നിന്റെ സാക്ഷ്യം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. Shut up. Shut up. Shut up. ശബ്ദിക്കരുത്. നിങ്ങളുടെ നാവിലൂടെ ദുരാത്മാവിന് സംസാരിക്കാൻ നിങ്ങൾ ഇടകൊടുക്കരുത്. യേശു അത് വെറുക്കുന്നു. ദൈവം അത് വെറുക്കുന്നു. Shut up. മിണ്ടരുത്. ഹല്ലേലൂയ.
അവനെ വിട്ടുപോകാ എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ഒരു കേടും അവന് പ്രവർത്തിക്കാൻ കഴിയാത്ത വണ്ണം പിശാചി വിട്ടുപോയി. ചിലര് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ചു വീഴാൻ നേരത്തെ ചില അയ്യോ വീഴും ഭയങ്കര പിടുത്ത വീട് അറ്റത്തിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ മുറുക്കെ പിടിക്കും വീഴാതിരിക്കാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചിലർ പ്രാർത്ഥിക്കുന്നവൻ തന്നെ പിശാചി ഇളകി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവനിങ്ങനെ വീഴരുത്. ചിലർ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു കേടും വരുത്തിയല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, ബോധങ്ങൾ വിട്ടുപോകുമ്പോൾ, ദൈവാത്മാവ് പരിശുദ്ധന്മാരുടെ മേൽ വീണ്ടും വീണ്ടും ശക്തിയോടെ ഇറങ്ങി വരുമ്പോൾ, ആ സ്ലേയിങ് വെളിപ്പെടുമ്പോൾ നിനക്കൊന്നും സംഭവിക്കരുത്. നീ എവിടെ തെറിച്ചു വീണാലും ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 36-ാം വാക്യം. എല്ലാവർക്കും വിസ്മയം ഉണ്ടായി. എല്ലാവരും വിസ്മയിക്കപ്പെട്ടു. പള്ളിക്കകത്ത് വിസ്മയം വന്നു. അർത്ഥം എന്താ? ഇതുവരെ അവരാരാധിച്ചപ്പോൾ ഒരു വിസ്മയവും തോന്നിയില്ല. ഇതുവരെ അവർ ബുക്ക് നോക്കി വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയപ്പോൾ ഒരു വിസ്മയം ഉണ്ടായില്ല. എന്നും നടക്കുന്ന പോലെ തന്നെ ഇന്നും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. എന്നും ചെല്ലുന്നത് തന്നെ ഇന്നും. പക്ഷേ യേശു അവിടെ ഇറങ്ങി വന്ന് ആത്മാവിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നുമുള്ള രീതി മാറി. ഹല്ലേലൂയ. വിസ്മയമുണ്ടായി. കാരണം കൈക്കാരന്റെ ഭൂതം വെളിപ്പെട്ടു, കൊച്ചച്ഛന്റെ ഭൂതം വെളിപ്പെട്ടു, ബ്രദറിന്റെ ഭൂതം വെളിപ്പെട്ടു. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവ പുറപ്പെട്ടു പോകുന്നു എന്നവർ പറയാൻ തുടങ്ങി. അവരാദ്യമായിട്ടാണ് ഇത് പള്ളി കാണുന്നത്. ജനിച്ച നാൾ മുതൽ ഇന്ന വരെ പള്ളി പോയിട്ടും ഒരു പിശാചി വിട്ടുപോകുന്ന അവർ കണ്ടിട്ടില്ല. നിങ്ങളിൽ എത്ര പേര് ജനിച്ച അന്ന് തൊട്ട് പള്ളി പോയിട്ട് പിശാചി വിട്ടുപോകുന്നത് കാണാതിരുന്നിട്ടുണ്ട്? അല്ലേ? നിങ്ങളുടെ പള്ളിയിൽ പിശാചി വിട്ടുപോകുന്നത് കാണാതിരുന്നിട്ടില്ലേ? കാണാതിരുന്നിട്ടേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. എന്നാൽ ഇപ്പോഴോ കാണാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതെന്തൊരു വചനം. ഞങ്ങളുടെ പള്ളിയിൽ എത്ര പേര് വന്ന് വചനം പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര പേര് എത്ര ധ്യാനം നടത്തിയിട്ടുണ്ട്. ഒരു ഭൂതവും അലറി വിളിച്ചു പോകുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതെന്തൊരു അധികാരം, എന്തൊരു ശക്തിയോടുകൂടിയാണ് ഇവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നത്. അവയെല്ലാം അത് അനുസരിച്ച് പുറപ്പെട്ടു പോകുന്നല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവിനെ സ്തുതിച്ചേ. അധികാരത്തിന്റെ വചനം വെളിപ്പെടട്ടെ, ശക്തിയുടെ വചനം വെളിപ്പെടട്ടെ, ഭൂതങ്ങൾ ശുശ്രൂഷകളിൽ വിട്ടുപോകട്ടെ, ഭൂതങ്ങൾ അനുസരിക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. രണ്ടടയാളങ്ങളും മുഴുവനാക്കാൻ എനിക്ക് പറ്റിയില്ല. രണ്ടടയാളങ്ങളും പകുതിക്ക് നിൽക്കുക. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനിയുമുണ്ട് ഒരു 1.5 മണിക്കൂറും കൂടി എടുത്തു തീർക്കാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടത് തന്നു കഴിഞ്ഞു. എന്തിന് കാത്തിരിക്കണം അന്യഭാഷയിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ? എന്തിന് കാത്തിരിക്കണം പ്രഭാതത്തിൽ അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ? എന്തിന് കാത്തിരിക്കണം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ? ഇനി എന്തിന് കാത്തിരിക്കണം എല്ലാവരും ഉറങ്ങുമ്പോൾ നിന്റെ കിടക്കപ്പായിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ?
നിങ്ങൾ ഒരു രോഗിയിലുള്ള പിശാചിനെ ഒഴിപ്പിക്കുമ്പോൾ, ഒരു രോഗാത്മാവിനെ നിങ്ങൾ പുറത്താക്കുമ്പോൾ, അവരിൽ ദൈവരാജ്യം നിങ്ങൾ സ്ഥാപിക്കുകയാണ്. ദൈവരാജ്യം സ്ഥാപിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു വ്യക്തിയെ പിശാച് അവകാശമാക്കി വെച്ചിരിക്കുമ്പോൾ, പൊസസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ, ആ പിശാചിനെ ആത്മാവിൽ നീ പുറത്താക്കുമ്പോൾ നീ ചെയ്യുന്നത് അവന്റെ രാജ്യത്തെ നശിപ്പിക്കുകയാണ്, പിശാചിന്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കുകയാണ്. അവിടെ നീ പുതിയൊരു രാജ്യം സ്ഥാപിക്കുകയാണ്. ഒരു രോഗിയെ നീ പ്രാർത്ഥിച്ചു സൗഖ്യമാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് രോഗത്തിന്റെ രാജ്യത്തെ നശിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ ആരോഗ്യത്തിന്റെ രാജ്യത്തെ നിങ്ങൾ സ്ഥാപിക്കുകയാണ്. യേശു പറഞ്ഞില്ലേ, ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ഇന്ന് ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച് പിശാചിന്റെ രാജ്യത്തെ നശിപ്പിക്കുവേൻ. വ്യക്തികളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, പള്ളിക്കകത്തുള്ളവരിൽ, ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിശാചിന്റെ സാന്നിധ്യത്തെ നിനക്ക് വെളിപ്പെടുത്തി തരും. പിശാചിന്റെ പദ്ധതികളെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിന്റെ വിരൽ നീ കാണുവാനിടയാകും. ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ വിവേചനത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. വ്യാഖ്യാനം നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ ദുരാത്മാക്കളെ നീ വിവേചിച്ചറിയും. ദുരാത്മാക്കളെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. അവയെ വ്യക്തികളിൽ നിന്ന് നീ പുറത്താക്കും, കൂട്ടങ്ങളിൽ നിന്ന് പുറത്താക്കും, ദേശങ്ങളിൽ നിന്ന് നീ പുറത്താക്കും. നിങ്ങളെല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ആത്മാവ് അതിനാണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി, അഭിഷേകം നിങ്ങൾക്ക് അതിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അടയാളങ്ങൾ നിന്റെ മേലുണ്ട്, ഉപയോഗിക്കുവേ. നിന്റെ ദേശത്ത് നീ വിടുവിക്കുവേ, നീ പോകുന്ന സ്ഥലങ്ങളെ വിടുവിക്കുവേ. അവിടെ വിത്ത് വിതയ്ക്കപ്പെടും. നീ അങ്ങനെ ചെയ്താൽ അവിടെ വചനം വിതയ്ക്കപ്പെടും. അവിടെ ആത്മാവിന്റെ ഒരു വലിയ കൊയ്ത്ത് നടക്കും. വിട്ടുകൊടുത്ത പ്രാർത്ഥിച്ചോ. ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. പ്രാപിക്കട്ടെ. അധികാരം പ്രാപിക്കട്ടെ. വിശ്വാസത്താൽ അധികാരത്തിലേക്ക് പ്രവേശിക്കട്ടെ. വെട്ടിവീഴ്ത്തുന്നു. ഇരുളിന്റെ ശക്തികളെ വെട്ടിവീഴ്ത്തുന്നു. പൊസസ് ചെയ്യുന്ന ദുരാത്മാക്കളെ ഞങ്ങൾ പുറത്താക്കുന്നു. വ്യാജ സ്പിരിറ്റുകളെ പുറത്താക്കുന്നു. കള്ള സ്പിരിറ്റുകളെ പുറത്താക്കുന്നു. യേശുവിനെ ഞങ്ങൾ പുറത്താക്കുന്നു. ബാധകളെ ഞങ്ങൾ പുറത്താക്കുന്നു. ഒളിഞ്ഞു കിടക്കുന്ന രോഗാത്മാക്കളെ ഞങ്ങൾ പുറത്താക്കുന്നു.
ആത്മാവിൽ വ്യക്തികളിലുള്ള ദുരാത്മാക്കളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിശ്വാസത്തിന്റെ സ്പിരിറ്റുകളെ ദൈവത്തിന്റെ വിരലുകൾ പിടിക്കട്ടെ. ബലഹീനതയുടെ സ്പിരിറ്റുകൾ, അശുദ്ധിയുടെ സ്പിരിറ്റുകൾ, വ്യഭിചാരത്തിന്റെ സ്പിരിറ്റുകളെ പിടിക്കുന്നു. ത്വക്ക് രോഗങ്ങൾ നൽകുന്ന, അലർജി രോഗങ്ങൾ നൽകുന്ന സ്പിരിറ്റുകളെ പുറത്താക്കുന്നു. കുറ്റാരോപണത്തിന്റെ സ്പിരിറ്റുകൾ, പെരുവെറുപ്പിന്റെ സ്പിരിറ്റുകൾ അഴിയട്ടെ. ശരീരത്തിന് തളർച്ച നൽകുന്ന ഈ സ്പിരിറ്റുകൾ അഴിയട്ടെ. രക്തത്തോട് പോരാടുന്ന സ്പിരിറ്റുകൾ അഴിയട്ടെ. വിളർച്ചകൾ അഴിയട്ടെ. വിളർച്ചകൾ അഴിയട്ടെ. വൈറ്റമിന്റെ കുറവുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്പിരിറ്റുകൾ അഴിയട്ടെ. വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി വർദ്ധിക്കട്ടെ. പെട്ടെന്ന് തളരുന്ന സ്പിരിറ്റുകൾ, തളർത്തുന്ന സ്പിരിറ്റുകൾ, വോമിറ്റിംഗ് നൽകുന്ന സ്പിരിറ്റുകൾ അഴിയട്ടെ, 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 അഴിയട്ടെ. വോമിറ്റിംഗ് ടെൻഡൻസി അഴിഞ്ഞുപോ. കിഡ്നിയിൽ കല്ലുകൾ നൽകുന്ന സ്പിരിറ്റുകളെ കത്തിക്കുന്നു, പൊടിക്കുന്നു. ജന്മനാ ഉള്ള ദുർബലതകളെ അഴിക്കുന്നു. ദൈവാത്മാവിനാൽ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ. മനസ്സുകളിൽ നിന്ന് അഴിഞ്ഞു പുറത്തു പോകട്ടെ. Unclean spirit, എനിക്ക് ഇവളുടെ മേൽ അവകാശമുണ്ടെന്ന് പറയുന്നവനെ അഴിഞ്ഞുപോ. Get out in the name of Jesus. അഗ്നി തടാകത്തിലേക്ക് ബന്ധിക്കുന്നു. അഴിഞ്ഞു പുറത്തു പോകണം. ദുർബലതയുടെ സ്പിരിറ്റ് പാപുകളുടെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ദൈവരാജ്യം സ്ഥാപിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. Right now, right now, right now, right now, right now, right now. Jesus, Jesus. Yes, yes, yes. ആത്മാവിനാൽ free. Spirit. 1, 2, 3 എന്ന് ഞാൻ എണ്ണുമ്പോൾ ഇവിടെ വിട്ടുപോയിക്കൊള്ളുക. 1, 2, 3 എന്ന് ഞാൻ എണ്ണുമ്പോൾ വിട്ടുപോയിക്കൊള്ളുക. 1, 2, 3 അഴിഞ്ഞു പുറത്തു. Jesus name. Thank you Jesus. Thank you Jesus. Hallelujah.